ഹലോ. അപ്പോൾ അൻസിബ മദ്യപാനിയാണ്, ബില്ല് കൊടുത്തത് ഞാനാണ്, വെളിപ്പെടുത്തലുമായിട്ട് ലക്ഷ്മിപ്രിയ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്സ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൻ്റെ. അത് കണ്ടപ്പോൾ തന്നെ ഒത്തിരി പേര് റിയാക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അൻസിബ മദ്യപാനിയാണെങ്കിൽ എന്നെ കുഴപ്പം, മദ്യം ഇവിടെ വയ്ക്കുന്നുണ്ടല്ലോ, ഗവൺമെൻറ് വയ്ക്കുന്നുണ്ട്, അൻസിബ മദ്യപാനിയാണെങ്കിൽ എന്താണ് കുഴപ്പം. എല്ലാവരും ലക്ഷ്മിപ്രിയയെ ഭയങ്കര ചീത്തവിളിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ലക്ഷ്മിപ്രിയ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുലർച്ചെ 4 മണിക്ക് മുഖം മറച്ചെത്തിയ ഒരാൾ അൻസിബയുടെ റൂമിലേക്ക് പോയി എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഫുൾ വീഡിയോ വരുന്നതിന് മുമ്പ് ഒരു ഷോർട്സ് വന്നപ്പോൾ തന്നെ എല്ലാവരും റിയാക്ഷനൊക്കെ ചെയ്തു. അതിനെന്താ കുഴപ്പം, അൻസിബ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പുരുഷൻ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയയ്ക്ക് എന്താണ് കുഴപ്പം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഫുൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ഇൻ്റർവ്യൂ കണ്ടു. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലക്ഷ്മിപ്രിയ, അൻസിബ ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവർ തമ്മിൽ തെറ്റാനുണ്ടായ കാരണം എന്ന് പറഞ്ഞത്, ലക്ഷ്മിപ്രിയ പറഞ്ഞത്, ദുബായിലൊരു പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അൻസിബ ഒരു മെസ്സേജ് അയച്ചു. അൻസിബ മെസ്സേജ് അയച്ചതെന്ന് വെച്ചാൽ, ദുബായിൽ ചേച്ചി പോയപ്പോൾ അവിടെ എന്തെങ്കിലും ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ ലക്ഷ്മിപ്രിയ ചോദിച്ചു, ഞാൻ ദുബായി പോയിട്ട് ഇപ്പോൾ എന്ത് ഫോട്ടോയുടെ കാര്യമാണ് ഈ ചോദിക്കുന്നത്, ഫോട്ടോ എന്ത് ഫോട്ടോയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അൻസിബ മറുപടിയില്ല. പിന്നെ 2-3 പ്രാവശ്യം നേരിൽ കണ്ടപ്പോഴും ഇതെല്ലാം ചോദിച്ചിട്ടും വീണ്ടും ചോദിച്ചിട്ടും അൻസിബ ഒഴിഞ്ഞു മാറുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു ശത്രുത വന്നതെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. അതിനുശേഷം ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡിന് സംശയം, ദുബായിൽ പോയിട്ട് അതെന്ത് ഫോട്ടോയാണത്, അപ്പോൾ പുള്ളിക്കൊരു ചെറിയ സംശയം. അപ്പോൾ അങ്ങനെ ഈ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഈ ലക്ഷ്മിപ്രിയ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തതെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. അപ്പോൾ അങ്ങനെ പോലീസ് വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെൻ്റൊക്കെ എഴുതി മേടിച്ചു. ഇതാണ് പ്രശ്നം. അൻസിബ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂർ ഹരാസ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് അൻസിബ പറയുന്നത്. ലക്ഷ്മിപ്രിയയുടെ ഫുൾ ഇൻ്റർവ്യൂ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല. ലക്ഷ്മിപ്രിയയുടെ ഇൻ്റർവ്യൂ കണ്ടവർക്കറിയാം, അവർ പറയുന്നതിൽ ചെറിയ വാസ്തവങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ലക്ഷ്മിപ്രിയയെ സംബന്ധിച്ചിടത്തോളം, ലക്ഷ്മിപ്രിയ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. BJPക്കാരോട് പൊതുവേ മലയാളികൾക്ക് ഒരു താല്പര്യമില്ല. അതുപോലെ ഇപ്പം ലക്ഷ്മിപ്രിയയുടെ സംസാര രീതി ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അലോസരപ്പെടുത്തുന്ന പോലത്തെ ഒരു സംസാര രീതിയൊക്കെയാണ് ഈ ലക്ഷ്മിപ്രിയയുടെ. അപ്പോൾ ഇനിയിപ്പോൾ ലക്ഷ്മിപ്രിയ എന്തൊക്കെ പറഞ്ഞാലും ആളുകളെല്ലാം അൻസിബയുടെ ഭാഗത്താണ്. ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താതിരിക്കുന്നതായിരിക്കും ലക്ഷ്മിപ്രിയയ്ക്ക് നല്ലത്. കാരണം അൻസിബയ്ക്കാണ് എല്ലാവരും സപ്പോർട്ട്. അൻസിബയുടെ ഒരു ഫോട്ടോയ്ക്കൊക്കെ താഴെ കമൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, എന്ത് മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്,
ഈ കുട്ടി പറയുന്നതെല്ലാം കറക്റ്റാണ്, എല്ലാവരും കൂടി അൻസിബയെ ഒറ്റപ്പെടുത്തുകയാണ്. അതായത് പൊതുജനം മൊത്തം അൻസിബയ്ക്കൊപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ വീഡിയോയൊന്നും രശ്മിപ്രിയ ഇറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് നാളൊക്കെ മിണ്ടാണ്ടിരിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത ആളുകൾ, അടുത്ത പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ പുറകെ ആളുകൾ പൊക്കോളും. ലക്ഷ്മിപ്രിയയ്ക്ക് അതുപോലെ ഹേറ്റാണ് വരുന്നത്. ഇനിയിപ്പോൾ ലക്ഷ്മിപ്രിയ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ ഈ ലക്ഷ്മിപ്രിയ പറയുന്ന കുറച്ച് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ തന്നെ ആളുകൾ അത് മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.